ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് മത്തി മുളകിട്ടത്. മത്തി മുളകിട്ടത് ഞാൻ ഈ തയ്യാറാക്കുന്ന രീതിയിലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി മത്തി കറി കിട്ടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണും പ്രസ് ചെയ്തേക്കുക. കറി തയ്യാറാക്കാനായി ആദ്യം ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കുക. പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 8-10 ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരുപാടായി കഴിഞ്ഞാൽ കറിക്ക് കയ്പ്പ് രസം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ മറ്റേ കല്ലൊന്നും ഇല്ലാത്ത കാരണം ഞാനിവിടെ മിക്സി ജാർ ഉപയോഗിച്ച് തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് 10 ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം റെഡിയാക്കാനായിട്ട്. പെട്ടെന്ന് കരിഞ്ഞു പോവും, അതുകൊണ്ട് എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട്. സാധാരണയായിട്ട് ഞാൻ മീൻകറി തയ്യാറാക്കുമ്പോൾ മൺചട്ടിയാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ ഗ്യാസ് കണക്ഷൻ ഇല്ല, ഇൻഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തൽക്കാലം സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നത്. ചുവന്നുള്ളി നല്ല ബ്രൗൺ കളറിലായതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങൾ മൺചട്ടി ഉപയോഗിച്ച് ഒന്ന് തയ്യാറാക്കി നോക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഒരുപാട് അടുക്കി പിടിക്കുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തക്കാളിയും വഴറ്റി കൊടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് പേസ്റ്റിന്റെ പരുവത്തിലാവണം. ഈ സ്റ്റേജിൽ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല. കുറേശ്ശെ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ്. പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേശ്ശെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിലാണ് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വാളംപുളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
കറി നന്നായിട്ട് തിളച്ചോണ്ടിരിക്കുന്ന സമയത്ത് മത്തി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഈ തിളയ്ക്കുന്ന സമയത്ത് മീൻ ചേർത്ത് കൊടുക്കുന്നത് മീൻ ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി ഈ മീനൊക്കെ ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് വെന്ത് വരണം. കറി കുറച്ചുകൂടെ വറ്റി നന്നായിട്ട് ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരണം. കറി നന്നായിട്ട് റെഡിയായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2-3 പച്ചമുളക് നെടുകെ കീറി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി മത്തി മുളകിട്ടത് റെഡിയാവും. കറി നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കിട്ടുക. ഈ കറി കുറച്ച് മതിയാവും ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. മത്തി മുളകിട്ടതിൻ്റെ കൂടെ കപ്പ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അതുപോലെ ചോറും കുറച്ച് ചാറുണ്ടെങ്കിൽ മതി. നല്ല എരിവുള്ള ഒരു കറിയാണിത്. അപ്പൊ കുറച്ച് ചാറ് ഉപയോഗിച്ച് നിങ്ങൾ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്യുന്ന സപ്പോർട്ട് മൈ mom's channel.